പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ടൗണിൽ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളൂ. പിഴ ഈടാക്കുന്നതിന് മുൻപ് ആദ്യഘട്ടമായി പോലീസ് വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കും. സ്റ്റിക്കറിലുള്ള നമ്പറിൽ ഉടമ വിളിച്ച് അറിയിച്ചാൽ പിഴ ഒഴിവാക്കും. ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കും. എന്നാൽ അതേ വാഹനം രണ്ടാമതും നിയമം ലംഘിച്ചാൽ പിഴ ഉറപ്പായും അടക്കേണ്ടി വരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ടൗണിൽ പരിശോധന ആരംഭിച്ചു. ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ക്രമീകരണം. നിശ്ചിത പാർക്കിംഗ് സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങളെടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും RTO ഓഫീസിലും കൊടുത്തിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ ഞങ്ങൾ നോ പാർക്കിംഗ് പറഞ്ഞിരുന്നത് ആ ഭാഗത്ത് വയ്ക്കുന്ന വാഹനങ്ങളിൽ യു ആർ ബുക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. അതിലൊരു കോൺടാക്ട് നമ്പർ വച്ചിരിക്കും. ഫൈൻ ഒഴിവാക്കാൻ ആ നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിന്റെ മുന്നറിയിപ്പ്. ഒരു തവണ സ്റ്റിക്കർ അടിച്ച വാഹനത്തിൽ അടുത്ത് വീണ്ടും സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വന്നാൽ ആ വാഹനത്തിന് ഫൈൻ ഈടാക്കും. ഫൈൻ എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. പെട്ടെന്ന് അങ്ങനെ ഒരു ഫൈൻ എന്ന ഒരു പിഴ എടുക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പിഴ ഈടാക്കാം എന്നുള്ളതാണ്.